ഹായ് കൂട്ടുകാരെ, സ്വാദിഷ്ടമായ പപ്പടവടയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ 6 പപ്പടം ഇങ്ങനെ കുറച്ച് നേരം കാറ്റത്തിട്ടിട്ടുണ്ട്. അതായത് ഫാനിൻ്റെ ചോട്ടിൽ ഒന്നിങ്ങോട്ട് ഇതിൻ്റെ ഈർപ്പം പോയി കിട്ടണം. ഒരു 4 മിനിറ്റ് ഇട്ടാൽ മതിയാകും. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ അരക്കപ്പളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പപ്പടത്തിൽ ഉപ്പുള്ളതിനാൽ നമ്മൾ ഒരു പിഞ്ചുപ്പേ ഇടുന്നുള്ളൂ, ഒരു നുള്ളുപ്പേ ഇടുന്നുള്ളൂ. നമുക്ക് മാവ് കലക്കിയിട്ട് ശേഷം പപ്പടത്തിൻ്റെ ഉപ്പ് കൂടി ചേരുമ്പോൾ ശരിയായിരിക്കും. ഇനി ഒരു നുള്ള് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വടയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. ഇത് ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. പപ്പടം മുങ്ങുമ്പോൾ ഒരു ദോശമാവിൻ്റെ ഏകദേശം പരുവത്തിൽ മതിയാകും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം. പപ്പടത്തിൻ്റെ 2 വശവും നല്ലപോലെ മാവാവണം. ശേഷം ഇങ്ങനെ ഒന്ന് നമുക്ക് വടിച്ചെടുക്കാം. 2 വശവും നല്ലപോലെ മുങ്ങിയ ശേഷം നമുക്ക് എണ്ണയിലേക്ക് പപ്പടം കാച്ചിയെടുക്കുന്ന പോലെ കാച്ചിയെടുക്കാം. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് സമയം മതി. മാത്രമല്ല നല്ല രുചിയും ആണ്. ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.